Okay, hello guys, welcome to my YouTube channel. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ ആക്കണമെന്നൊന്നും ഒരു എന്താ പറയുക പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ ഹോസ്റ്റൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ആദ്യമേ തന്നെ പറഞ്ഞിട്ട് നല്ലൊരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ആയിരുന്നു. സൈലത്തിൻ്റെ ഡെയ്സി ഹോസ്റ്റലുണ്ടായിരുന്നു. ഞാൻ ഫിനിക്സ് ബാച്ചിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ഡെയ്സി ഹോസ്റ്റൽ. കുറച്ച് പഴയ ഹോസ്റ്റലാണെങ്കിലും പഠിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയായാലും നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ പഠിക്കാൻ നല്ല സാഹചര്യം തന്നെയായിരുന്നത്. പിന്നെ ഇത് കുറച്ച് അലങ്കോലമായിരിക്കുന്നത് ഞാൻ വെക്കേറ്റ് ചെയ്യുന്നൊരു ലാസ്റ്റ് എടുത്തൊരു വീഡിയോ ആണത്. അപ്പോൾ വെക്കേറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കും അപ്പോൾ അവിടെ ഇവിടെ സാധനങ്ങളൊക്കെ റീഅറേഞ്ച് ആയിരുന്നു. ഇതെൻ്റെ റൂംമേറ്റ്സാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ടൊന്ന് എടുക്കാൻ പറ്റിയതായിരുന്നു. ഇതായിരുന്നു എൻ്റെ സ്റ്റഡി പ്ലേസ്. ഞങ്ങൾ 4 പേർക്ക് 4 സെപ്പറേറ്റ് ഏരിയയിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഹാളിലൊരു കുട്ടി, കിച്ചണിലൊരു കുട്ടി, റൂമിലൊരു കുട്ടി, പിന്നെ പ്രെയർ റൂമെന്ന് പറയാം ഞാനിരിക്കുന്ന വേറൊരു സ്പേസും. നല്ലൊരു അന്തരീക്ഷങ്ങൾ 4 പേര് 4 സൈഡിൽ തന്നെ ആയിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പഠിക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അവിടെയുള്ള വാർഡനായാലും മെൻറ്റേഴ്സ് ആയാലും ഹ്യൂജ് സപ്പോർട്ട് തന്നെയായിരുന്നു. പിന്നെ എല്ലാ ഹോസ്റ്റലിലും ഫുഡിനുള്ള പ്രശ്നം ഉണ്ടാവുമല്ലോ, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി വിത്ത് ദ ഫെസിലിറ്റി ഇൻ ദ ഡേയ്സി ഹോസ്റ്റൽ. ആദ്യം ഹോസ്റ്റലിൽ പോകുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും ഇപ്പം കുഴപ്പമൊന്നുമില്ല. ആൻഡ് എന്താ പറയുക, എൻ്റെ റൂംമേറ്റ്സ് ആയാലും സച്ച് എ ബിഗ് സപ്പോർട്ടായിരുന്നു അവർ തന്നത്. റൂം കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുന്നത് ക്ഷമിക്കണം, അത് ഞങ്ങൾ ഇട്ടേൻ്റെയാണ്. ആൻഡ് എന്താ പറയുക, ഞങ്ങൾ ഭയങ്കര മെമ്മറീസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മെമ്മറീസ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഫോൾഡറായിട്ട് ഇടാം. കുറച്ച് കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. ഓഫ് കോഴ്സ് 2025 എന്ന് പറയുന്ന ബെനിഫിറ്റിൽ എനിക്കത്ര ഒരു ഹാപ്പിയസ്റ്റ് അല്ല കൊണ്ട് തന്നെങ്കിലും കുറച്ച് ടൈം എടുത്ത് അതിൽ നിന്നൊന്ന് റിലീവ് ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നൗ ഐ എം ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ. ഓഫ് കോഴ്സ് റീറിപ്പീറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. ബിക്കോസ് അത് റീറിപ്പീറ്റേഴ്സ് ഹോസ്റ്റലിലുള്ളൊരു പ്രത്യേകതയാണെന്ന് വേണമെങ്കിൽ പറയാം. റിപ്പീറ്റേഴ്സിൽ കുറച്ച് എന്താ പറയുക കളിയായാലും സീരിയസ്നെസ് കുറവായിരിക്കും. പക്ഷെ അങ്ങനെയല്ല റീറിപ്പീറ്റേഴ്സിൻ്റെ ഒപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സോ ബെനിഫിറ്ററി. അതേപോലെ തന്നെ എന്താ പറയുക, ഇത് കൂടുതലിപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ. ഒരിക്കലും പ്ലാൻഡ് ആയിട്ടൊരു വീഡിയോ അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ എനിക്ക് എന്ത് ഹാപ്പിയാണെന്ന് തോന്നുന്നു അതാണ് ഞാൻ ചെയ്യുന്നത്. അതാവണം നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഞാൻ കൊണ്ടൊരു ബെനിഫിറ്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ വേണമെങ്കിലും പഠിക്കാം. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ 4 പേര് 4 സ്പേസിൽ തന്നെയാണ്. ഞങ്ങൾ 4 ഷെയർ റൂമായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിൽ. അപ്പോൾ തന്നെ 4 പേരും 4 സൈഡിലാണ്, 4 മൂലയിലാണ്. സോ ആരും ഡിസ്റ്റർബൻസ് ഇല്ലാതെ പഠിക്കാൻ സാധിക്കും. എനിക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു വേണ്ടത്. അത് ഇവിടുത്തെ ഫെസിലിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഓഫ് കോഴ്സ് ഹോസ്റ്റലിൽ ലൈബ്രറി ഉണ്ട്. ലൈബ്രറി നമുക്ക് ബുക്ക് റെഫർ ചെയ്യാവുന്ന. പിന്നെ ഹോസ്റ്റലിൽ ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഓൺലൈൻ ഡേയിൽ നമുക്ക് ഫാക്കൽറ്റീസ് ഹോസ്റ്റലിൽ വന്ന് പഠിപ്പിക്കുന്നത് മീൻസ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ചുറ്റും ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് അവരോട് നമുക്ക് ഡൗട്ട് ചോദിക്കാം. മറ്റ് മെൻറ്റേഴ്സ് ഉണ്ട് നമ്മുടെ സപ്പോർട്ടിന്. ഹെൽത്ത് നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ എല്ലാവിധ. അപ്പം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും പറയാനുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ പറഞ്ഞു.